ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെയാണോ? വേറെന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഞാനിങ്ങനെ പോകുന്നു, നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ പോവുക. പിന്നെ കുറച്ച് സമയം പാർട്ടായി വീഡിയോ ഇടാൻ. പിന്നെ രണ്ടു മൂന്ന് സ്ഥലത്ത് പോകേണ്ടതുണ്ട്, അങ്ങനെ സമയം പാർട്ടായി. പിന്നെ ചില ആൾക്കാരെല്ലാം വിചാരം നമ്മൾ ഈ യൂട്യൂബിൽ പെണ്ണുങ്ങന്മാർ സ്ത്രീകൾ, അതായത് സ്ത്രീകൾ പിന്നെ വീഡിയോ ഇടുമ്പോൾ അതൊരു അപരാധ, അത് വടക്ക, അത് എന്താണ് എന്നൊക്കെ ഉണ്ട്. കാരണം സ്ത്രീകൾ വീഡിയോ ഇട്ടാൽ എന്താ അല്ലേ, എന്താ പ്രശ്നം? വീഡിയോ എന്തെന്ന് നമ്മൾ വീഡിയോ ഇടുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അതിലൊക്കെ നിന്നാൽ നമ്മളെന്തെങ്കിലും വേണ്ടിയിട്ടില്ല വീഡിയോ ഇടുന്നത്, അതിന് മറ്റുള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം? നമ്മളങ്ങനെ വടക്ക് രീതിയിലോ വടക്ക് കാര്യത്തിലാട്ട. അത് നമ്മൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്തിട്ടും കൂടി പുറത്ത് പോയിട്ട് ആൾക്കാർ പോലും കാണാതെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അല്ലേ. പക്ഷെ നമ്മളെ എല്ലാവരും കാണുന്നു, അതൊരു തെറ്റായ കാര്യമാണ്. ഇപ്പം എല്ലാ സ്ത്രീകളും കുട്ടികളും എല്ലാം, ഇപ്പം എല്ലാ സ്ത്രീകളും ജോലിക്ക് പോകുന്നില്ല, ആരെയും പോകാണ്ടിരിക്കുന്ന അവരെത്ര ആൾ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നില്ല. ഇത് നമ്മളിടുന്ന സമയത്ത് ചില ആൾക്കൊരു കണ്ണുകടി ഉണ്ടാവും. ചില ആൾക്കാർക്ക്, എല്ലാവർക്കും ഉണ്ടെന്നറിയില്ല, വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ല. അവരെന്തിന് വീഡിയോ ഇടുന്ന എന്നൊരു തോന്നലുണ്ടാവും. അത് ഞാൻ പറയുന്നത് അത് ഒരു നിറം പൊറുക്കായ്മയാണ്. കാരണം അവരെന്തിനാ വീഡിയോ ഇട്ടിട്ട്, അവരെല്ലാം വിചാരം വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നമുക്കെല്ലാം കുറേ പൈസ ഇങ്ങനെ ഭാരി വരും എന്നാട്ടാ വിചാരം. പിന്നതൊന്നും അതിലൊത്ത് വരുന്നൊന്നുമില്ല. അതിനെന്താ പ്രശ്നം? വീഡിയോ ഇടുന്നതിൽ അതിലൊരു പ്രശ്നമില്ല. എല്ലാ സ്ത്രീകളും വീഡിയോ ഇടുന്നതിൽ നല്ലതാണ്. പിന്നെ ചില സ്ത്രീകൾ, പിന്നെ എല്ലാവരും സ്ത്രീകളും നല്ലതാണ് കാര്യം ഞാൻ പറയുന്നത്. വീഡിയോ ഇടുന്നത് നല്ലതാണ്, പിന്നെ പാട്ട് പാടുന്നത് നല്ലതാണ്, ഡാൻസ് കളിക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാം നമുക്ക് എൻജോയ് ചെയ്ത് നമ്മളെ ജീവിതത്തിൽ എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്താൽ നമുക്ക് നല്ലതാണ്, നമുക്ക് കോൺഫിഡൻഷൻ കിട്ടും. അത് മാത്രമല്ല നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ സമ്പർക്കം ഉണ്ടാവും അല്ലേ. കുറേ നല്ല നല്ല ആൾക്കാർ യൂട്യൂബിൽ എത്ര ആളും പ്രവർത്തിക്കുന്നുണ്ട്, അവരുമായിട്ടെല്ലാം നമ്മൾ സമ്പർക്കം ഉണ്ടാവും. അതൊക്കെ നല്ല കാര്യമല്ല, അത് ഇവിടക്ക് കാര്യമാണോ? അത് ചിലയാൾക്ക് പിടിക്കൂല. എന്നെപ്പോലത്തെ അങ്ങനെയില്ലേ, എന്നെപ്പോലത്തെ ഒരു ആൾക്കാർക്കൊന്നും അത് പിടിക്കൂല. അതൊരു മോശം കാര്യമായിട്ടാണ് അവർക്കൊക്കെ തോന്നുന്നത്. കാരണം അവർക്കത് കഴിയുന്നില്ല. അവർക്ക് കഴിയെങ്കിൽ അവർ ചെയ്യൂല. അവർക്ക് കഴിയാത്തതുകൊണ്ടായിരിക്കില്ല അവർ ചെയ്യാത്തത്, അല്ലാണ്ട് വേറെന്താ. അങ്ങനെയങ്ങ് സ്ത്രീകൾ തീരെ പുറത്ത് ചെയ്യാറല്ലോ, ആ വീട്ടിൻ്റെ ഉള്ളിൽ കുത്തിരിക്കണമല്ലോ അല്ലേ. ഓരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും കിട്ടണമെന്ന് ചെയ്തിട്ടില്ലേ നമ്മൾ വീഡിയോ ഇടുന്നത്. ഓരോല്ലാം വിചാരം നമുക്ക് കയറിയിലൊത്ത് കുറേ പൈസ കിട്ടും, അത് കണ്ടുപോയാൽ നമ്മൾ മതിമറന്നു പോകും എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവുമായിരിക്കും അല്ലേ. വേറെ എന്തെന്നാ വീഡിയോ ഇടുന്ന പെണ്ണുങ്ങൾ വീഡിയോ പണ്ട് കാലത്ത്. പിന്നെ ചില ഉസ്താദന്മാർ പറയുന്നത് സ്ത്രീകൾ വീഡിയോ ഇടാൻ പാടില്ല. സ്ത്രീകൾ വീഡിയോയുടെ പണ്ട് കാലം വീഡിയോ ഉണ്ടാ ഏത് കിതാബിലാണ് പറഞ്ഞിട്ട് വീഡിയോ ഇടാൻ പാടില്ല എന്ന്? ഏത് കിതാബിലാണ് പറഞ്ഞില്ലേ? പണ്ട് കാലം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അന്നത്തെ കാലത്തല്ലോ ഇപ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞുണ്ടാക്കുക. പക്ഷെ നമുക്ക് ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല നമ്മൾ ഒരിക്കലും അല്ല. ഒരാൾക്ക് വിഷമമുള്ള കാര്യം ചെയ്യാൻ പാടില്ല. നമ്മൾ ഏത് മതത്തിലായാലും പടച്ചോൻ പറയുന്നത് നമ്മൾ ചെയ്യണം അല്ലേ. പടച്ചോന് നിരക്കാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണം അല്ല വേണ്ടേ. ആര് പറഞ്ഞോട്ടെ, ആര് പറയുന്നോലും നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അത് തൗബ ചെയ്താൽ പുറത്ത് തരും. നമ്മളെ കൊണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇവർ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് മതത്തിലായാലും ഒരാളെ കൊണ്ട് ഇഷ്ടമില്ലാത്ത കാര്യം പറയാൻ പാടില്ല. ഒരു നല്ലൊരു വ്യക്തി പറയൂല. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ എന്നെക്കൊണ്ട് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ കേൾക്കുന്ന കാര്യം പറഞ്ഞതാണ്. ഓക്കെ, ഹായ്.